ഹലോ മക്കളെ, അപ്പം എങ്ങനെയാ നമ്മൾ തുടങ്ങുകയല്ലേ? എന്താണ് ന്യൂമറിക്കൽസ്? ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ പെട്ടെന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇപ്പോഴാണ് മിസ് ഒന്ന് ഫ്രീ ആയത്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫുള്ള് നിങ്ങൾക്കുള്ള വീഡിയോസ് തന്നെയായിരിക്കും രാത്രി വരെയും. സോ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോവരുത് കേട്ടോ. നാളത്തെ പരീക്ഷ നമുക്ക് അടിച്ചു പൊളിച്ച് എഴുതണ്ടേ? യെസ്. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ന്യൂമറിക്കൽസ് ഇപ്പോൾ ഈ PDF-നകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ന്യൂമറിക്കൽസ്, അതായത് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ന്യൂമറിക്കൽസ് ഒക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ എങ്ങനത്തെ ന്യൂമറിക്കൽസും കൂടെ ചോദിക്കാം എന്നുള്ളതും കൂടെ മിസ് പറയുന്നുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെ ഈ എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യുന്നില്ല. കുറച്ച് ചാപ്റ്റേഴ്സ് ചെയ്ത് ഞാനിത് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ബാക്കി ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിലാണ് ഷോർട്ട് വീഡിയോസ് ആണ് പെട്ടെന്ന് അപ്ലോഡായി കിട്ടുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അടുത്ത വീഡിയോ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. A polythene piece rubbed with wool is found to have a negative charge of 3 × 10⁻⁷ coulomb. Estimate the number of electrons transferred and from which to which. അപ്പോൾ ആദ്യം ഏതിൽ നിന്ന് ഏതിലേക്ക് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ആദ്യം പറയാം. ഒരു പോളിത്തീൻ പീസാണ് വൂളുമായിട്ട് റബ്ബ് ചെയ്തപ്പോൾ അതിനെന്ത് കിട്ടി? is found to have a negative charge of 3 × 10⁻⁷ coulomb. അപ്പോൾ ആരിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ആയത്? വൂളിൽ നിന്നും പോളിത്തീൻ പീസിലേക്കാണ് ട്രാൻസ്ഫേർഡ് ആയത്. കാരണം എന്താണ്? നെഗറ്റീവ് ചാർജാണ് കിട്ടിയത് അല്ലേ? നെഗറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന് കിട്ടിക്കഴിയുമ്പോഴാണ് നെഗറ്റീവ് ചാർജ് വരുന്നത്. കാരണം ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവാണ് ചാർജ്. ഇലക്ട്രോൺസ് നഷ്ടപ്പെടുമ്പോൾ ആ ബോഡിക്ക് വരുന്നത് പോസിറ്റീവ് ചാർജാണ്. എഴുതി വെക്കണേ. ഇപ്പം തന്നെ ബുക്കും പേനയും എടുത്ത് റെഡി ആയിട്ട് വേണം ഓരോ പ്രോബ്ലം ചെയ്യാനായിട്ട്. മിസ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ തന്നെ ചെയ്തു പോയിക്കോളാം. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫേർഡ് ആയത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് പഠിക്കുന്നുണ്ട് അല്ലേ? പ്രോപ്പർട്ടീസ് ഓഫ് ചാർജിൽ വരുന്നതാണ് എന്താണ്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതായത് Q = N × E എന്നുള്ള ഇക്വേഷൻ അല്ലേ? Q എന്ന് പറയുന്നത് ചാർജ് ഓഫ് ദ ബോഡിയാണ്. N ഇസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. E എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണത്? 1.6 × 10⁻⁹ കുളുംബാണ്. അപ്പോൾ ഇതിൽ നിന്ന് N = Q/E ആണ്. Q എത്ര തന്നിട്ടുണ്ട്? 3 × 10⁻⁷ ഡിവൈഡഡ് ബൈ E എന്ന് പറയുന്നത് 1.6 × 10⁻⁹ ആണ് ഇലക്ട്രോണിന്റെ ചാർജ് കേട്ടോ. ഈ വാല്യൂ പഠിച്ചു വെച്ചേക്കണേ. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ്റെ കൂടെ തരുമായിരിക്കും. അഥവാ തന്നിട്ടില്ല എങ്കിൽ വാല്യൂ പഠിച്ചു വെക്കുക. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇസ് 1.6 × 10⁻⁹. അപ്പോൾ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണം. നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒന്നുകിൽ നിങ്ങൾക്ക് പവർ കറക്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അഥവാ പവർ കാൽക്കുലേറ്ററിൽ ചെയ്യാൻ അറിയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? ഈ പവറിൻ്റെ ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കി 3/1.6 എന്നുള്ളത് നിങ്ങൾ ചെയ്യുക. കാൽക്കുലേറ്ററിൽ ചെയ്ത ആൻസർ എഴുതുക. 10⁻⁷ എന്ന് പറയുന്നത് 10⁻⁷ ഇൻറ്റു ഈ 10⁻⁹ മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻⁹ ആവും. ഓക്കെ, അപ്പോൾ 10⁻⁹ നിന്നും 10⁻⁹ നിന്നും 7 പോയാൽ എത്രയാണ്? 12 ആണ് അല്ലേ? ഇവിടെ പോസിറ്റീവ് പവറാണ്. അപ്പോൾ 10⁻12 ആണ് വരിക. 3/1.6 ചെയ്യുമ്പോൾ 1.877 ആണ് ഇൻറ്റു 10⁻12 ആണ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.877 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് 1.9 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ ഈ ടേംസിലേക്കൊന്നും മാറ്റമൊന്നുമില്ല. നിങ്ങൾ പവർ എന്താണോ കിട്ടുന്നത് അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? N = Q/E. അപ്പം നമ്മൾ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഇക്വേഷനും കൂടെ എഴുതി വെക്കുക. Q = NE കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം. ഇതിപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലേ? A system has two charges 2.5 × 10⁻⁷ coulomb and -2.5 × 10⁻⁷ coulomb located at points 00 - 15 and 00 + 15 എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജസ് ഉണ്ട്. ഒരെണ്ണം -2.5 × 10⁻⁷ കുളുംബാണ്, മറ്റേത് 2.5 × 10⁻⁷ കുളുംബാണ്. ഇവരെ വെച്ചിരിക്കുന്നത് ഒന്ന് -15 ഒന്ന് +15 അപ്പോൾ ഇടത്തോട്ടുള്ളതാണ് പോസിറ്റീവ് കേട്ടോ, വലത്തോട്ടുള്ളതാണ് നെഗറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്. -15 ആണല്ലോ. അപ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ് 15 സെൻറ്റിമീറ്റർ. മൈനസ് വന്നിരിക്കുന്നത് നെഗറ്റീവ് ആക്സിസിലേക്ക് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് എന്താണ്? 00 + 15, അതായത് Z ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് +15. ഓക്കെ, സെൻട്രൽ നിന്നും വെച്ചിരിക്കുകയാണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഓഫ് ദ സിസ്റ്റം. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ P = 2a Q ആണ് ഇക്വേഷൻ അല്ലേ? ഓക്കെ, അപ്പം നമുക്കിവിടെ 2a എന്ന് പറയുന്നത് എന്താണ്?
എന്താണ് അതിന് മുന്നേ ഡൈപോൾ എന്ന് പറയുന്നത്? 2 equal and opposite charges separated by a small distance. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ന്യൂമറിക്കൽസ് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്, ഇതിൻ്റെ ഇടയിൽ മിസ് ചില കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്, ചില ഡെഫിനിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്താണോ ഒക്കെ അങ്ങോട്ട് എഴുതി വെച്ചോളുക കേട്ടോ. ഓക്കെ, അപ്പം ഡൈപോൾ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഇത് 2.5 × 10⁻⁷ ആണ്, ഇത് -2.5 × 10⁻⁷ ആണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ചാർജ് എന്താണ്? വാല്യൂ ചാർജ് സെയിം ആണ്, പക്ഷേ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. അതിനാണ് 2 equal and opposite charges എന്ന് പറയുന്നത്. സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ സ്മോൾ ഡിസ്റ്റൻസ് എന്ന് കാണിക്കുന്നത് 2a ആണ്. അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 15, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 15. അപ്പോൾ ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 30 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 2a വരുന്നത് 30 ആണ്, 30 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പം ഇന്ന് രാവിലെ ഒരു ഡൗട്ട് വന്നതാണ്, നിങ്ങൾക്ക് കൺവേർഷൻ ചിലർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. മൈക്രോ എങ്ങനെയാണ് മാറ്റുക, പൈക്കോ മാറ്റുന്നത് എങ്ങനെ, മില്ലി എങ്ങനെ മാറ്റുന്നത്, അതിപ്പോൾ പറഞ്ഞുതരാം. ആദ്യം ഇത് ചെയ്യട്ടെ. 2a എന്ന് പറഞ്ഞാൽ 30 സെന്റിമീറ്റേഴ്സ് അല്ലേ, അപ്പോൾ 30 × 10⁻⁻² ഇൻറ്റു ചാർജ് എത്രയാണ്? ഒരെണ്ണത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2.5 × 10⁻⁻7 ആണ്. അപ്പോൾ ഇത് ചെയ്തോളുക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? 7.5 × 10⁻⁻8 എന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ 30 × 2.5, 2.5 × 3 എത്രയാണ്? 7.5 ഇൻറ്റു ഒരു 0 കൂടെ കൊടുക്കുക. അപ്പം 75 × 10⁻⁹ എന്ന ആൻസർ കിട്ടും. 75 × 10⁻⁹ എന്ന് പറയുന്നത് തന്നെയാണ് 7.5 × 10⁻⁸. നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്? എന്താ? ഡിബൈ. ഡിബൈ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ്. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ cm, സെന്റിമീറ്റർ അല്ല, കുളുംബ് മീറ്റർ. 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കുളുംബ് അല്ലേ? അപ്പോൾ കുളുംബ് മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ ഡിബൈ. അപ്പോൾ യൂണിറ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് ഡിബൈ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയോ? അപ്പോൾ നമ്മൾ അടുത്തൊരു ഇക്വേഷൻ പഠിച്ചെന്താണ്? ഡൈപോൾ മൊമെന്റ് ഈക്വൽസ് ടു a q. എഴുതി വെച്ചോ? q ഈക്വൽസ് n. രണ്ടാമത്തത് ഡൈപോൾ മൊമെന്റ് ഇസ് ഈക്വൽ ടു 2aq. 2a എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. ഓക്കെ, അടുത്തപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ അത് കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വേണമെങ്കിൽ ഇത് വെച്ചിട്ടും ചോദ്യങ്ങൾ വരാം. ഏതാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അലോങ് ദ ആക്സിൽ ലൈൻ. അതിന്റെ ഡെറിവേഷൻ പഠിച്ചോളൂ. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അലോങ് ദ ആക്സിൽ ലൈൻ്റെ ഇക്വേഷൻ എന്താ? 1/4πε0 ഇൻറ്റു 2p/r³ അല്ലേ? ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കാം. അലോങ് ദി ഇക്വിറ്റോറിയൽ ലൈൻ 1/4πε0 ഇൻറ്റു p/r³ along the equatorial line ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ടും ചോദ്യം വരാം കേട്ടോ. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഇക്വേഷൻ നോക്കിക്കോളാം. എന്താണ്? മറ്റൊരു ഇക്വേഷൻ ആണ് ടോർക്കിന്റെ ഇക്വേഷൻ. ടോ ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ അല്ലെങ്കിൽ PE sin തീറ്റ. ടോർക്കിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടും പ്രോബ്ലംസ് വരാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് വരുന്ന ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഗോസസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലെ 3 capacitors of capacitance 2 picofarad, 3 picofarad and 4 picofarad are connected in parallel. Parallel ആയിട്ടാണ് ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ C1 + C2 + C3 അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ 1/CS is equal to 1/C1 + 1/C2 + 1/C3 ആണ് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു C1 + C2 + C3. അപ്പോൾ 2 + 3 + 4 5 + 4 is equal to 9 picofarad അല്ലേ? ഈ പൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 10⁻⁻12 ഫാരഡ് ആണ് പൈക്കോ. അപ്പോൾ ദാ നിങ്ങളുടെ കൺവേർഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. മില്ലിമീറ്റർ ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക? മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ മീറ്റേഴ്സ് ആണ്. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റേഴ്സ് ആണ്. സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻² മീറ്റേഴ്സ് ആണ്. ഗ്രാം എന്ന് തരികയാണെങ്കിൽ 10⁻³ കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മൈക്രോഫാരഡ്, മൈക്രോ ആണ്. മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻6 ഫാരഡ് ആണ്. അതുപോലെ പൈക്കോ എന്ന് പറയുന്നത് 10⁻⁻12 ഫാരഡ്. മൈക്രോ ഇസ് 10⁻⁻6. അത് ഫാരഡോ മീറ്ററോ എന്തോ ആയിക്കോട്ടെ. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. ഇനി അടുത്തത് എന്താണുള്ളത്? പിന്നെ നമ്മുടെ
നാനോമീറ്റർ എന്നാണെങ്കിൽ 10⁻⁹ മീറ്റേഴ്സ് ആണ് നാനോമീറ്റർ. ആങ്സ്ട്രം യൂണിറ്റ് എന്ന് പറയും A⁻0 ആങ്സ്ട്രം യൂണിറ്റ്. ആങ്സ്ട്രം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റേഴ്സ് ആണ് ആങ്സ്ട്രം യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കൺവേർഷൻസ് ആണ് സാധാരണയായിട്ട് നിങ്ങൾക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ വെലോസിറ്റിയുടെ അത് നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും പറയുകയാണ്. km/h എങ്ങനെയാണ് m/s കൺവേർട്ട് ചെയ്യുക? 5/18 m/s ആണ് 1 km/h എന്ന് പറയുന്നത്. 5/18 m/s കേട്ടോ. അപ്പോൾ ഈ കൺവേർഷൻസ് ഒക്കെ എഴുതി വെച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് കിട്ടി? 9 × 10⁻12 ഫാരഡ്. കാരണം ഇത് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് C1 + C2 + C3 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. നമുക്ക് determine the charge on each capacitor if the combination is connected to a 100 volt supply. അപ്പോൾ ഈ 3 കപ്പാസിറ്റേഴ്സിനെ നമ്മളൊരു 100 volt സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് ഒരു 100 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ ഓരോ കപ്പാസിറ്ററിൻ്റെയും അക്രോസ് ആയിട്ടുള്ള ചാർജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ചാർജ്. അപ്പോൾ ചാർജ് Q എല്ലാത്തിലൂടെയും പോകുന്നത് പാരലൽ ആയിട്ടാണല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. സോറി. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക? 3 കപ്പാസിറ്ററും പാരലലാണ്. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു 100 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും കപ്പാസിറ്റൻസ് C1, C2, C3. ഇവിടെ നിന്ന് Q എമൗണ്ട് ഓഫ് ചാർജ് പോകുന്നു. ഈ ചാർജിനെ നമുക്ക് ഓരോ കപ്പാസിറ്ററിലൂടെയുള്ള ചാർജും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ചാർജസ് ഡിഫറെൻ്റ് ആയിരിക്കും. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ചാർജസ് സെയിം ആയിരിക്കും. അപ്പോൾ ഓരോന്നിലൂടെയുള്ള ഇത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്താണ്? Q = CV എന്നുള്ള ഇക്വേഷൻ അറിയാമല്ലോ കപ്പാസിറ്റൻസിൻ്റെ അല്ലേ? Q = CV. Q എന്താണ്? ചാർജാണ്. C is the capacitance and V is the പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവർ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും, 100 വോൾട്ട് തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഫസ്റ്റ് ഇതിലൂടെ പോകുന്നത് Q1 = C1 × V. C1 എത്രയാണ് തന്നിരിക്കുന്നത്? C1 എന്ന് പറയുന്നത് 2 picofarad ആണ്. അപ്പോൾ 2 × 10⁻12 ചെയ്യണ്ടേ? ഇൻറ്റു 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 10⁻12 കുളുംബ്. ചാർജ് അല്ലേ? കുളുംബ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ 2 × 10⁻2 ആണ് 200 എന്ന് പറയുന്നത്. അപ്പോൾ 2 × 10⁻2 × 10⁻12. 2 - 12 എത്രയാണ്? -10 അല്ലേ? അപ്പോൾ 2 × 10⁻10 കുളുംബ്. അങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. ഇവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അടുത്തത് അപ്പോൾ രണ്ടാമത്തെ ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കുമോ? എങ്ങനെയാണ്? Q2 = C2 × V. C2 എന്താണ്? 3 × 10⁻12 × 100. അപ്പോൾ എത്ര കിട്ടുക? 300 × 10⁻12 അല്ലെങ്കിൽ 3 × 10⁻10 കുളുംബ്. കിട്ടിയോ? മൂന്നാമത്തെ എന്തായിരിക്കും വരിക? 4 × 10⁻10 കുളുംബ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ചാർജസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് ഒരു PYQ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ക്വസ്റ്റ്യനും കൂടെ എടുത്തതാണ്. നമ്മൾ ന്യൂമറിക്കൽ മാത്രം ചെയ്യാം. എന്നാലും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് കേട്ടോ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? ഇതിനകത്ത് വരുന്നുണ്ട് C = ε0 A/D. ഇതാണ് കപ്പാസിറ്റൻസ് ഓഫ് ദ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ε0 A/D അല്ലേ? ഇനി ഈ രണ്ട് പാരലൽ പ്ലേറ്റിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡൈഇലക്ട്രിക് വെച്ചു എന്ന് വിചാരിക്കുക. ഡൈഇലക്ട്രിക് എന്താണ്? ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്. ഈ ഇൻസുലേറ്റർ ചാർജസിനെ ഒരു പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് വിടില്ല, പക്ഷെ അതിൻ്റെ എഫക്റ്റിനെ കടത്തിവിടും. അപ്പോൾ ഇതൊരു പ്ലേറ്റ്, ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് വെച്ചു എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ചാർജസിന് ഇങ്ങോട്ടേക്ക് പോകാൻ സമ്മതിക്കില്ല, പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഫസ്റ്റ് പ്ലേറ്റിൽ നിന്നും സെക്കൻഡ് പ്ലേറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് വെച്ചു, അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്ററിന് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. K × ε0 A/D എന്നാണ് ഇക്വേഷൻ വരുന്നത് ഇഫ് ദർ ഈസ് എ ഡൈഇലക്ട്രിക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കണേ. ഇനി ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. പ്രോബ്ലം: എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആസ് എ കപ്പാസിറ്റൻസ് ഓഫ് 8 picofarad. അപ്പോൾ എയർ ആണ്, അതിൻ്റെ ഇടയിൽ മീഡിയം ഒന്നുമില്ല, ഡയലക്ട്രിക് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള വാല്യൂസ് എഴുതണം. ഓക്കെ, അപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എന്താണ്? C = 8 picofarad ആണ്. അപ്പോൾ 8 × 10⁻12 ഫാരഡ് എന്ന് എഴുതി. വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ്? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താക്കി? D/2 എന്ന് കൊടുത്തു.
ഡിസ്റ്റൻസ് പകുതിയാക്കി. ആൻഡ് സ്പേസ് ബിറ്റ്വീൻ ദം ഇസ് ഫിൽഡ് വിത്ത് എ സബ്സ്റ്റൻസ് ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 6. അപ്പോൾ അവിടെ ഇതും കൊടുക്കുന്നുണ്ട്, K is equal to 6. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 6 ആണ്. എന്തായിരിക്കും കപ്പാസിറ്റി? അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ കപ്പാസിറ്റൻസ് ഇതാണ്. അപ്പോൾ പുതിയ കപ്പാസിറ്റൻസ് എന്താണ് വരിക? ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കൊടുത്തപ്പം നമുക്ക് C' എന്ന് കൊടുക്കാം. K × ε0 A/d ആണ് അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഈ ഡയലക്ട്രിക് ഡിസ്റ്റൻസ് എന്താക്കി? ഡിസ്റ്റൻസ് പകുതിയാക്കി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ K × ε0 A/d/2. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2K × ε0 A/d. ε0 A/d യുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്? 8 × 10⁻12 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ C' is equal to 2 × K യുടെ വാല്യൂ എത്രയാണ്? 6 ആണ്. ഇൻറ്റു ε0 A/d യുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 8 × 10⁻12. അപ്പോൾ 8 × 10⁻12. 2 6 are 12, 12 8s are 72 അല്ല സോറി 96 അല്ലേ? അപ്പോൾ 96 × 10⁻12 ഫാരഡ് ആണ് പുതിയ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ. 96 പൈക്കോ ഫാരഡ് എന്നല്ലെങ്കിലും എഴുതാം. അപ്പോൾ എന്താ നോക്കൂ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കപ്പാസിറ്റൻസ് ഇതായിരുന്നു. പക്ഷേ ഇതിൻ്റെ വാട്ട് വിൽ ബി ദ ന്യൂ കപ്പാസിറ്റൻസ്? അപ്പോൾ ഒരു കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ കപ്പാസിറ്റൻസ് തന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ചു. ആ രണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഹാഫായിട്ട് കുറച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എന്താണ്? അപ്പോൾ C' എന്ന് പറയുന്നത് K × ε0 A/d ആണ്. പക്ഷേ ഡിയുടെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? D/2 എന്ന് കൊടുക്കുക. D/2 എന്ന് കൊടുത്തപ്പോൾ ആ ഡിനോമിനേറ്ററിലാണ് 2 വന്നിരിക്കുന്നത്. അതിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി. 2K × ε0 A/d. ε0 A/d അല്ലേ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എയറിലെ അല്ലേ? അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ, യെസ്, അത് മനസ്സിലായല്ലോ അല്ലേ? യെസ്. അടുത്തത് കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് 9 cm അവേ ഫ്രം എ പോയിന്റ് ചാർജ് ഓഫ് 4 × 10⁻7 കുളുംബ്. എന്താണ് ഇലക്ട്രിക് ചാർജിൻ്റെ അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 × Q/r² ആണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വേണമെങ്കിലും ചോദിക്കാം. പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താണ്? 1/4πε0 × Q/r ആണ് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 × Q1 Q2/r ആണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒന്നും കൺഫ്യൂഷൻ വരരുത്. കുളംബ്സ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? 1/4πε0 × Q1 Q2/r² ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ തെറ്റിക്കാണ്ട് എഴുതി വെക്കുക. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? V is equal to 1/4πε0 × Q/r അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0യുടെ വാല്യൂ എത്രയാണ്? 9 × 10⁻9 ചാർജ് എത്ര തന്നിട്ടുണ്ട്? 4 × 10⁻7 ഡിവൈഡഡ് ബൈ r എത്ര തന്നിരിക്കുന്നത്? 9 cm ആണ്. അതിനെ മീറ്ററിലേക്ക് ആക്കണം. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ 9 × 10⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു 9ഉം 9ഉം കട്ടായി 4 × 10⁻9 10⁻7 അല്ലേ? 10⁻7 × 10⁻2 മേലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻2 ആവും. ഓക്കെ, അപ്പം 9ഉം 10⁻2 എത്രയാവും? 11 അല്ലേ? 11 × 7 പോയാൽ എത്രയായി? 11 7 പോയാൽ 4 അല്ലേ? അപ്പോൾ 4 × 10⁻4 വോൾട്ട് ആണ് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ. 4 × 10⁻4 വോൾട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two capacitors of equal capacitance when connected in series have a capacitance of C1. When connected in parallel, they have a capacitance of C2. What is the value of C1/C2? അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഈക്വൽ കപ്പാസിറ്റൻസ് എന്നാണ് പറയുന്നത്. അതായത് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇവരെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ C1 ആണ്. അപ്പം സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 1/CS is equal to 1/C1 plus 1/C2 ആണ് അല്ലേ? അപ്പോൾ ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് CS is equal to C/N ആണ് ഇക്വേഷൻ. ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആകുമ്പോൾ CS is equal to C/N ആണ് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആകുമ്പോൾ കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് നമുക്ക് CS is equal to C/2. ആ അതിൻ്റെ വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്? C1 ആണ്. സീരീസിലുള്ളത് നമുക്ക് C1 എന്ന് കൊടുക്കാം. അപ്പോൾ C1 is equal എന്താ കിട്ടിയത്? C/2 എന്ന് കിട്ടിയോ? ഇനി ഇവരെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ N × C ആണ് ഇക്വേഷൻ.
N into C. That is equal to 2 capacitors ആണല്ലോ, അപ്പോൾ 2C. പക്ഷെ പാരലൽ കണക്ഷന് നമ്മൾ എത്ര വാല്യൂ പറഞ്ഞിരിക്കുന്നത്? When connected in parallel they have a capacitance of C2. അപ്പം C2 is equal to 2C. അപ്പോൾ C1 എന്ന് പറയുന്നത് C/2 എന്നും C2 എന്ന് പറയുന്നത് 2C എന്നും കിട്ടി. What is the value of C1 by C2 ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ therefore C1 by C2 is equal to C1 എന്ന് പറയുന്നത് C/2 by C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2C. അപ്പോൾ ഇതും കട്ടായി പോകത്തില്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് റേഷ്യോ വാല്യൂ വരുന്നത്? 1/2/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആണ് വരിക. C1 by C2 is equal to 1/4. C1 by C2 is equal to 1/4. ഓക്കെ, അത് ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. 2 കപ്പാസിറ്റേഴ്സ് ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണ്. ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ, ആദ്യം പാരലൽ അല്ലേ പറഞ്ഞത്? പാരലൽ അല്ല, സീരീസിൽ അല്ലേ? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് C1 ആണ്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ CS is equal to C/N ആണ്. രണ്ടുപേരുടെയും കപ്പാസിറ്റൻസ് C ആണെങ്കിൽ, എത്ര കപ്പാസിറ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ, എല്ലാവരും ഐഡന്റിക്കൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ സീരീസിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ C/N. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. പക്ഷേ ഇവിടെ 2 കപ്പാസിറ്റേഴ്സേ ഉള്ളൂ, അപ്പോൾ നമുക്ക് C/2 എന്ന് കൊടുക്കാം. സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ C1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C1 = C/2. ഇനി ഇതിനെ പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ വരുന്നത് N into C ആണ്. അപ്പോൾ 2C അതെന്ന് പറയുന്നതാണ് C2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ C1 by C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. C1 by C2 is equal to C1 എന്ന് പറഞ്ഞാൽ C/2 ആണ് by 2C. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതും കട്ടായി. അപ്പോൾ 1/2/2 എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് C1 by C2? It is 1/4. Okay. Next question. Give the relation between electric field and potential. അത് തിയറിയിൽ വരുന്നതാണ്, പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ വന്നതുകൊണ്ട് കിട്ടുന്നേ ഉള്ളൂ. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ 3 റിലേഷൻസ്, 2 റിലേഷൻ മെയിനായിട്ട് പഠിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ദ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ്. അതൊരു ഇക്വേഷൻ. അല്ലെങ്കിൽ V is equal to നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ആണ്. മനസ്സിലായില്ലേ? അതാണ് സംഭവം. Now derive the expression for the potential due to an electric dipole. അപ്പോൾ ഇന്നലെ മിസ് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വീഡിയോസിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസിൻ്റെ കൂട്ടത്തിൽ ഇതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് ഡൈപോള് കുറേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമൊന്നും അല്ല, പക്ഷേ കുറച്ചാളായിട്ട് ചോദിക്കാത്തത് കൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഇക്വേഷനും പഠിച്ചു വെക്കുക. എന്താണ് ഫൈനൽ ഇക്വേഷൻ വരുന്നത് നോക്കിക്കേ. along the axial line ആണെങ്കിൽ 1/4πε0 into P cos theta by r². ആക്സിയൽ ലൈൻ ആണെങ്കിലല്ല, അറ്റ് എനി പോയിന്റ് ഓൺ ദ ഡൈപോൾ ആണെങ്കിൽ എന്തായിരിക്കും? 1/4πε0 into P cos theta by r² ആണ്. പക്ഷേ ഇതേ ഇക്വേഷൻ തന്നെ ആക്സിയൽ ലൈനിൽ, ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ വരുമ്പം തീറ്റയുടെ വാല്യൂ 0 ആണ് വരിക അല്ലേ? ആക്സിയൽ ലൈനിൽ തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ V is equal to 1/4πε0 into P cos 0 by r². cos 0യുടെ വാല്യൂ എത്രയാണ്? 1 അല്ലേ? അപ്പോൾ 1/4πε0 into P by r² എന്ന് കിട്ടും along the axial line. ഇക്വറ്റോറിയൽ ലൈനിൽ വരുമ്പോൾ എന്താണ് കിട്ടുക? തീറ്റ 90 ഡിഗ്രി ആണ്. along the equatorial line തീറ്റ 90 ഡിഗ്രി ആണ്. സോ V is equal to തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ cos 90യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ 1/4πε0 ഇത് 0 കംപ്ലീറ്റ് 0 ആയി പോകത്തില്ലേ? പൊട്ടൻഷ്യൽ എന്താണ് വരിക? 0. ഓക്കെ, അപ്പം potential of the dipole along the axial line is 1/4πε0 into P by r² and along the equatorial line is V is equal to 0. Okay. അടുത്തത് ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് എന്താണെന്ന് നോക്കട്ടെ. കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ ചാർജ് ഓഫ് 4 × 10⁻⁷ കുളും ലൊക്കേറ്റഡ് 9 സെൻറ്റിമീറ്റർ എവേ. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പൊട്ടൻഷ്യൽ ഇപ്പം നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഒരു ക്വസ്റ്റ്യൻ, അത് തന്നെയാണ് ഇവിടെ അടുത്ത വേറൊരു വർഷത്തിൽ അതേ പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുക. കണ്ടോ, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. ഓക്കെ, അടുത്തത് a light bulb of resistance 484 ohm is connected with a 220 volt AC supply. Find peak value of current through the bulb. വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഇപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിനകത്ത്, പക്ഷേ ഇതിനകത്തും ചോദിക്കാം. കാരണം നമ്മുടെ എന്താണ് കറണ്ട് ഇലക്ട്രിസിറ്റിന്നും കറണ്ട് ഇലക്ട്രിസിറ്റിന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ AC എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ, വോൾട്ടേജിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. അപ്പോൾ എന്താണ് RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ VRMS is equal to V0 by √2 ആണ്, അല്ലെങ്കിൽ IRMS is equal to I0 by √2 ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 220 വോൾട്ട് എന്ന് പറയുന്നത് VRMS ആണ് തന്നിരിക്കുന്നത് കേട്ടോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പീക്ക് വാല്യൂ ഓഫ് കറണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പീക്ക് വാല്യൂ ഓഫ് കറണ്ട്? I0. പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്താണ്? V0. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ എന്തൊക്കെ തന്നിരിക്കുന്നത് നോക്കൂ. VRMS തന്നിട്ടുണ്ട് 220 വോൾട്ട് എന്ന്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 484 ഓം എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് IRMS കണ്ടുപിടിക്കാം അല്ലേ? IRMS is equal to VRMS by resistance. ഓംസ് ലോ അനുസരിച്ച് V/R അല്ലേ? VRMS എത്രയാണ്? 220 ഡിവൈഡഡ് ബൈ 484. അപ്പോൾ IRMSന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? 220 by 484 ചെയ്യുമ്പോൾ 0.45 ആംപിയർ എന്ന് കിട്ടിയോ? ഓക്കെ, നമുക്ക് പക്ഷെ അതല്ല വേണ്ടത്. എന്താണ് വേണ്ടത്? അത് ശ്രദ്ധിച്ചോണം. പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ് വേണ്ടത്. ഇത് നമുക്ക് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് കിട്ടിയത്. അപ്പം പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് IRMS കിട്ടി. I0 കണ്ടുപിടിക്കാനായിട്ട് √2 ഇൻറ്റു IRMS ചെയ്യാം. അപ്പോൾ √2 ഇൻറ്റു IRMSന്റെ വാല്യൂ എത്രയാ? 0.45. √2ന്റെ വാല്യൂ നമുക്കറിയാം 1.414 ആണ്. ഇൻറ്റു 0.45 ചെയ്യുമ്പോൾ I0 കിട്ടുന്ന എത്ര കിട്ടും? 0.64 ആംപിയർ എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് നല്ലൊരു ചോദ്യമാണിത്. പ്രതീക്ഷിക്കാം കേട്ടോ, മോഡൽ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോറി, മോഡൽ പരീക്ഷ കഴിഞ്ഞല്ലോ അല്ലേ? ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം. അതാണ് എന്തൊക്കെയോ പറയുക. ഓക്കെ, യെസ്. അടുത്തത് നമ്മുടെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡിലീറ്റഡ് അല്ലേ എന്ന് ചോദിക്കും. ഡെറിവേഷൻ ആണ് ഡിലീറ്റഡ് ആയിട്ടുള്ളൂ, ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ R1 + R2 + എക്സെട്ര അല്ലേ? പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ 1/RP = 1/R1 + 1/R2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കാം. ഇൻ ദ ഫിഗർ ഷോൺ ബിലോ വിച്ച് ആർ ദ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ? എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇത് രണ്ടുമാണ് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് കാൽക്കുലേറ്റ് ദ കറണ്ട് ഡ്രോൺ ഫ്രം ദ സെൽ. കറണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ചോളുക, എഴുതി വെച്ചോളുക. ഒരു സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിലെ ടോട്ടൽ EMF അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ V എത്ര തന്നിട്ടുണ്ട്? 24 നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് അറിയണം അല്ലേ? അപ്പോൾ ഇത് രണ്ടും പാരലലാണ്. രണ്ടും പാരലാകുമ്പോൾ 1/RP is equal to 1/R1 + 1/R2 അല്ലേ? അപ്പോൾ അതിനകത്ത് നമുക്ക് RP ചെയ്യുന്നെങ്കിൽ R1 R2/R1 + R2 ചെയ്തുകൂടെ? LCM ഒക്കെ എടുത്ത് കഴിയുമ്പോൾ അല്ലേ? അപ്പോൾ R1 × R2 എത്രയാ? 6 × 3 ഡിവൈഡഡ് ബൈ 6 + 3. 6 × 3 എത്രയാ? 18/9. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഓം. പാരൽ കണക്ഷൻ, പാരൽ വാല്യൂ എത്ര കിട്ടി? 2 ഓം കിട്ടി. ഈ 2 ഓമും ഈ 8ഉം എന്താണ്? സീരീസിലാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ? 8 + 2 10 ഓം. അപ്പോൾ 24 ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് 2.4 ആംപിയർ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇക്വേഷൻ, അടുത്ത ഇക്വേഷൻ എഴുതി വെച്ചോ. ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അത് കഴിഞ്ഞല്ലോ അല്ലേ? യെസ്. അടുത്ത ഭാഗം 10ാമത്തെ ക്വസ്റ്റ്യൻ. Which law helps us to find the magnetic field on the axis of a circular current loop? ഏത് ലോയാ? ബയോട്ട്-സവേർട്ട്സ് ലോ. ചിലപ്പോൾ വിച്ച് ലോ എന്നായിരിക്കില്ല, സ്റ്റേറ്റ് ദ ലോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ ശ്രദ്ധിക്കത്തില്ല, അത് ശ്രദ്ധിക്കണം. സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ട്-സവേർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ബയോട്ട്-സവേർട്ട്സ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? The magnetic field at a point due to a long straight conductor is directly proportional to the current flowing through the conductor, directly proportional to the length of the element, directly proportional to sine of angle theta, and inversely proportional to the square of the distance. dB is proportional to ideal sin theta by r². ഓക്കെ, അതായിരുന്നു സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പം അതിനകത്ത് ബയോട്ട്-സവേർട്ട്സ് ലോയുടെ ആപ്ലിക്കേഷൻ പഠിച്ചോണം കേട്ടോ. സർക്കുലർ കോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചേക്കണം. കൺസിഡർ എ ടൈറ്റ്ലി വൗണ്ട്
ടൈറ്റ്ലി വൗണ്ട് ആണ്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വൗണ്ട് 100 ടേൺ കോയിൽ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ carrying current of 1 ampere. What is the magnitude of the magnetic field at the center of the coil? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ എങ്കിലും എഴുതാൻ ചോദിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ, ഒരു സർക്കുലർ കോയിൽ ഉണ്ട്, സർക്കുലർ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുവാണ്. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ സർക്കുലർ കോയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? അപ്പോൾ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ സെൻറ്റർ ഓഫ് ദ കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. μ0/2 × I/A ഇഫ് A is the radius. ആറാണ് റേഡിയസ് എങ്കിൽ I/R ആണ് ഇക്വേഷൻ. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. അപ്പോൾ n നമ്പർ ഓഫ് ടേൺസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമ്മളൊരു എന്നും കൂടെ കൊടുക്കുക. μ0യുടെ വാല്യൂ എത്രയാണ്? 10⁻⁻7 ആണ്. 4π × 10⁻⁻7 ആണ് μ0യുടെ വാല്യൂ. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എത്രയുണ്ട്? 100 ഇൻറ്റു കറണ്ട് 1 ആണ് ഡിവൈഡഡ് ബൈ റേഡിയസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 × 10⁻⁻2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2ഉം ഇതും കട്ട് ചെയ്യാം. അപ്പോൾ 2π എന്ന് കിട്ടി. ദെൻ ഇവിടുത്തെ 10ഉം ഇതും കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും 10 എന്ന് കിട്ടി. പിന്നെന്തുകൊണ്ട്? 2π × 10⁻⁻7 × 10 ഉണ്ട്. ഈ 10⁻⁻2 മേലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻2 ആവും. അപ്പോൾ 10⁻⁻7 × 10 10⁻⁻2 മേലേക്ക് കൊണ്ടുപോകാം, 10⁻2 ആയി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻7ഉം 10⁻3ഉം. അപ്പോൾ 2π × 10⁻⁻4 അല്ലേ? അത്രയും മാഗ്നറ്റിക് ഫീൽഡാണ് ടെസ്ല. 2π × 10⁻⁻4. 2π ചെയ്ത് കഴിയുമ്പോൾ 2 × 3.14 ചെയ്യുക. അപ്പോൾ 6.28 × 10⁻⁻4. അയ്യോ, മാഗ്നറ്റിക് ഫീൽഡാണ്, ടെസ്ലയാണ്, ജൂളല്ല കേട്ടോ. ടെസ്ല എന്നാണ് യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. കിട്ടിയോ? ഇക്വേഷൻ ഏതാണ്? പഠിച്ചോ? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കുലർ കോയിൽ? μ0/2 × I/R അല്ലെങ്കിൽ A റേഡിയസ് ഓഫ് ദ കോയിൽ, n നമ്പർ ഓഫ് ടേൺസ് അല്ലെങ്കിൽ ഇൻറ്റു n. ഓക്കെ, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കണേ, എന്തായാലും പഠിക്കണേ. ഓക്കെ, നെക്സ്റ്റ്. Derive the expression for the torque on a rectangular current loop in a uniform magnetic field with the help of a diagram. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിനകത്ത് നിന്ന് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഏതാണോ ഇമ്പോർട്ടൻ്റ് എന്നോ ഏത് ഒഴിവാക്കണമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഏത് വേണമെങ്കിലും ചോദിക്കാം. അതാണ് ആ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും പറയും ആദ്യം പഠിക്കുമ്പോൾ എന്തോ ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും മൂവിങ് ചാർജസ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എളുപ്പമല്ലേ അല്ലേ? എല്ലാ ഡെറിവേഷൻസ് ആണെങ്കിലും നമ്മളങ്ങനെ മറന്നു പോകാൻ ചാൻസ് ഉള്ള ഡെറിവേഷൻസ് ഒന്നും അതിനകത്തില്ല അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും പഠിക്കണേ. അപ്പോൾ ടോർക്കിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. എന്താണ്? ഒരു റെക്ടാങ്കുലർ കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ കിട്ടുക? M×B എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, a 100 turn closely wound circular coil of radius 10 cm carries a current of 3.2 ampere. What is the magnetic moment of this coil? അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ടെന്നുള്ള ആദ്യം എഴുതാം. n എത്ര തന്നിട്ടുണ്ട്? n 100 ടേൺസ് തന്നിട്ടുണ്ട്. റേഡിയസ് തന്നിരിക്കുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 10 × 10⁻2 ആണ്. കറണ്ട് തന്നിരിക്കുന്നത് 3.2 ആംപിയർ ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് m ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താ ഇക്വേഷൻ? മാഗ്നറ്റിക് മൊമെൻറ്റ് m is equal to I × A ആണ്. കറണ്ട് ഇൻറ്റു ഏരിയ ആണ്, ഏരിയ ഓഫ് ദ കോയിലാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. സോ നമുക്കിവിടെ n × m is equal to NIA അല്ലേ? നമ്പർ ഓഫ് ടേൺസ് 100 ഇൻറ്റു കറണ്ട് 3.2 ആണ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോയിലല്ലേ, റെക്ടാങ്കുലർ കോയിലല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് πr² എടുക്കാം. റെക്ടാങ്കുലർ കോയിലല്ലല്ലോ അല്ലേ? റെക്ടാങ്കുലർ കോയിലിന് നമുക്ക് πr² എടുക്കാൻ പറ്റില്ലല്ലോ. എന്താണ്? സർക്കുലർ കോയിലാണ്. യെസ്, സർക്കുലർ കോയിലാകുമ്പോൾ നമുക്ക് πr² എന്ന് കൊടുക്കാം. റേഡിയസ് തന്നിട്ടുണ്ട് 10 × 10⁻⁻2 ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 3.2 ഇൻറ്റു 3.14 ആണ് പൈയുടെ വാല്യൂ. ആറിൻ്റെ വാല്യൂ 10 × 10⁻2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് കിട്ടും. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? ഇതാ കിട്ടുക 10.048 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. കാരണം m is equal to കറണ്ട് ഇൻറ്റു ഏരിയ അല്ലേ? കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ കേട്ടോ. ഇക്വേഷൻ കിട്ടിയോ? മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു ഏരിയ. ഇനിയിപ്പോൾ ഇതേ ചോദ്യം തന്നെ ഉണ്ടല്ലോ, നമുക്ക് ടോർക്ക് തന്നു എന്ന് വിചാരിക്കുക. ടോർക്ക് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു m×b അല്ലേ? അപ്പോൾ MB sin θ. അപ്പോൾ θ 90 ഡിഗ്രി ആണെങ്കിൽ MB എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നിന്ന് m is equal to ടോർക്ക് ബൈ മാഗ്നറ്റിക് ഫീൽഡ്.
ടോർക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ തന്നിട്ട് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത്. ഏതാ? റെക്ടാങ്കുലർ കോയിലിൻ്റെ കേസിൽ. ഇതിപ്പോൾ സർക്കുലർ കോയിൽ ആയതുകൊണ്ട് നമ്മൾ M=NIA എന്ന് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അറിയാണ്ട് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ കയറി വന്നതാണ്, അതങ്ങ് വിട്ടേക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് the equatorial and axial fields due to a bar magnet of length 5 cm at a distance of 50 cm from its midpoint? The magnetic moment of the bar magnet is 0.40 ampere meter square. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ എപ്പോഴും ചോദിക്കാറുള്ളത് പാരാഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചോദിച്ചല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 1-2 ഡെറിവേഷൻ ഉണ്ട്. പക്ഷേ ആ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ചില്ലേ, ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഡെറിവേഷൻ വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. ഒറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ -Q എടുക്കുന്നതിന് വരെ ഇവിടെ സൗത്ത് പോളെന്നും +Q എടുക്കുന്നതിന് വരെ ഇവിടെ നോർത്ത് പോളെന്നും എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡെറിവേഷൻ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെറിവേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഫൈനൽ ഇക്വേഷൻ പഠിക്കാൻ ഒരുപാടുമില്ല. ഇത് നോക്കിക്കേ, ഇക്വറ്റോറിയൽ ലൈനിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ വരുന്നത് μ0/4πm/r³. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ദ ഇക്വറ്റോറിയൽ ലൈൻ ഇക്വേഷൻ എന്താണ്? 1/4πε0 P/r³ അല്ലേ? അപ്പോൾ ഇവിടെ ഇവിടെ 1/4πε0 വരുന്ന സ്ഥലത്ത് ഇവിടെ μ0/4π അല്ലേ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ. ഇവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വരെ ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. 6 ഡിസ്റ്റൻസ് സെയിം തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. ഇക്വറ്റോറിയൽ ലൈൻ, അപ്പോൾ ആക്സിയൽ ലൈൻ നിങ്ങൾ പറഞ്ഞേ, ആക്സിയൽ ലൈനിൽ എങ്ങനെയായിരിക്കും വരിക? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അലോങ് ആക്സിയൽ ലൈൻ എന്താ? 1/4πε0 2p/r³. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? μ0/4π × 2m/r³. കണ്ടോ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പം ആ ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം അത് നോക്കൂ, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇക്വറ്റോറിയൽ ലൈനിലും ആക്സിയൽ ലൈനും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട്? L തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്, അതായത് ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ദെൻ പിന്നെ ഡിസ്റ്റൻസ് ഫ്രം ഇറ്റ്സ് മിഡ് പോയിന്റ്, അതായത് നമ്മുടെ ഈ ഇക്വേഷൻ ഇക്വറ്റോറിയൽ ലൈനിൽ B = μ0/4π × m/r³ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു μ0/4π എന്ന് പറഞ്ഞാൽ μ0യുടെ വാല്യൂ 4π × 10⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ 4π × m എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെന്റ് തന്നിരിക്കുന്നത് 0.40 ആണ്. അപ്പോൾ 0.40 ഡിവൈഡഡ് ബൈ ഇത് മാഗ്നറ്റിന്റെ ലെങ്ത് ആണ് 5 cm കേട്ടോ. ഡിസ്റ്റൻസ് ഏത് ഡിസ്റ്റൻസിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 50 cm ഡിസ്റ്റൻസിലാണ്. അപ്പോൾ r എന്ന് പറയുന്നത് 50 cm ആണ്. അപ്പോൾ 50 × 10⁻². ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വറ്റോറിയൽ ലൈനിൻ്റെ ആൻസർ കിട്ടും. ഇത് തന്നെയാണ്. ഇനി ആക്സിയൽ ലൈനിൻ്റെ അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 3.2 × 10⁻⁷ കൂടെ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയൽ ലൈൻ കിട്ടിയല്ലേ? 2 ടൈംസ് ആക്സിയൽ ലൈനിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇക്വറ്റോറിയൽ ലൈനിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആക്സിയൽ ലൈനിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 ടൈംസ് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ ഇക്വറ്റോറിയൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെ ഒരു ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്. പക്ഷേ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും ഇക്വേഷൻ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, അതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 14ാമത്തെ ചോദ്യം. ഓക്കെ, എത്ര ചോദ്യങ്ങളുണ്ടെന്ന് നോക്കാം. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു 30 എത്രയോ ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത് റിയോപ്റ്റിക്സ് എന്നൊക്കെ നല്ലോണം, ഇതൊക്കെ ഡെറിവേഷൻസ് ഒക്കെയാണ് അതിൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് വരുന്നത് 36 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ 36 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ എത്രയാണ് ചെയ്തത്? AC എന്നൊക്കെ നല്ലോണം ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. AC എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പലർക്കും പ്രശ്നം വരാറ് അല്ലേ? നമ്മളിപ്പോൾ 13 ചെയ്തു. ഓക്കെ, നമുക്കൊരു 15 വരെ ചെയ്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് എടുക്കാം. ഓക്കെ, 14ാമത്തെ ചോദ്യം. കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 കോയിൽസ് is 1 Henry. Current in one of the coils is increased from 4 to 5 in 1 milliseconds. What average EMF will be induced in the other coil? Okay, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? E is equal to m × di/dt. എവിടെ നിന്ന് കിട്ടി ഇക്വേഷൻ?
E is equal to എന്താണ് ഫാരഡേസ് ഇക്വേഷൻ? E is equal to minus d∅/dt ആണ് അല്ലേ? പക്ഷേ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ phi is equal to m into I ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് d/dt ഓഫ് m into മൈനസ് d/dt ഓഫ് എം ഐ നിർത്തി. എം പുറത്തേക്ക് എടുത്തേ. അപ്പോൾ m into മൈനസ് m into di/dt. നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പം നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, അവിടെ സൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ m എത്ര തന്നിട്ടുണ്ട്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് 1 തന്നിട്ടുണ്ട്. ഇൻറ്റു ചേഞ്ച് ഇൻ കറണ്ട് എത്രയാണ്? 4 to 5 ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട്, അപ്പോൾ 5 minus 4 ഡിവൈഡഡ് ബൈ 1 millisecond ആണ് അല്ലേ? അപ്പോൾ മില്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10⁻³ കൊടുക്കുക അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 into 10⁻³ എന്ന് വരും. 10⁻³ മേലേക്ക് പോകുമ്പോൾ എന്താവും? 10⁻³ ആവും അല്ലേ? 1 into 10⁻³ എന്ന് പറഞ്ഞാൽ എത്രയാ? 1000. അപ്പോൾ എന്താണ് ആൻസർ? എത്രയാണ്? 1000 വോൾട്ട്. അപ്പോൾ EMF ഇൻഡ്യൂസ്ഡ് എത്രയാണ്? 1000 വോൾട്ട് ആണ്. ഇത് തന്നെ നമ്മുടെ ഇത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ, സെൽഫ് ഇൻഡക്റ്റൻസ് വെച്ചിട്ടും ചെയ്യാം. അതായത് E is equal to minus L into di/dt. In terms of mutual inductance minus m into di/dt. അപ്പോൾ എല്ലും എമ്മും. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. An air cooled solenoid has 1000 turns per meter and carries a current of 2 ampere. Calculate the magnetic intensity. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി, ഇത് ശരിക്കും മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ വരുന്ന ചോദ്യമാണ്. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ആണ് സംഭവം. മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ H ആണ്. H is equal to N into I ആണ്. ഓക്കെ, N into I എന്ന് പറയുമ്പം നമ്പർ ഓഫ് ടേൺസ് എത്രയുണ്ട്? സോളിനോയിഡിന് 1000 ടേൺസ് പെർ മീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അതായത് n സ്മോൾ n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N/L ആണ്, സ്മോൾ n ഇൻറ്റു I ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ 1000 ടേൺസ് പെർ മീറ്റർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് ഈ സാധനം തന്നെയാണ്, നമ്പർ ഓഫ് ടേൺസ് പെർ മീറ്റർ അല്ലേ, ബൈ ലെങ്ത് ആയതുകൊണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ യൂണിറ്റ് ഒക്കെ അങ്ങനെ ശ്രദ്ധിച്ചോണം. 1000 ടേൺസ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ചിലപ്പോൾ സോളിനോയിഡിൻ്റെ ലെങ്തും കൂടെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ 1000 ഡിവൈഡ് ബൈ ലെങ്ത് ചെയ്യണം. പക്ഷെ ഇവിടെ ഓൾറെഡി ഇത് തന്നിരിക്കുന്നത് N/L ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ 1000 എന്ന് എടുത്താൽ മതി. ഇൻറ്റു കറണ്ട് എത്രയാണ്? 2. അപ്പോൾ 2 മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലേ, 2 ആംപിയർ പെർ മീറ്റർ ആണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ചോ? സ്മോൾ n ഇൻറ്റു I, വേറെ സ്മോൾ n ഇസ് ഈക്വൽ ടു N/L. ഓക്കെ, യെസ്. അപ്പം നമ്മളിനി അടുത്തതും കൂടെ ചെയ്യാം അല്ലേ, 16th കൂടെ ചെയ്യാം. കറണ്ട് ഇൻ ദ സർക്യൂട്ട് falls from 5 ampere to 0 ampere in 0.1 seconds. If an average EMF of 200 volt is induced, calculate the self inductance of the circuit. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ട് DI എന്ന് പറയുന്നത് എത്രയാണ്? 5 minus 0, that is equal to 5 ampere. ടൈം തന്നിരിക്കുന്നത് 0.1 സെക്കൻഡ്സ്. EMF തന്നിരിക്കുന്നത് 200 വോൾട്ട്. നമ്മളോട് L ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ E is equal to L into di/dt ചെയ്താൽ പോരെ അല്ലേ? പക്ഷേ ഈ എന്താണ്, L ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L നമുക്കറിയില്ല. E എത്രയാണ്? 200 ആണ്. ഇൻറ്റു di/dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 0.1, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ 0.1 എത്രയാണ്? 50. അപ്പോൾ 200 is equal to 50 L. Therefore L is equal to 200 by 50, 4 Henry അല്ലേ? 4 Henry ആണ് ഇൻഡക്റ്റൻസ്. അപ്പം നിങ്ങൾക്ക് ഇത് കാൽക്കുലേഷൻസ് ആണ് പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് E is equal to L into di/dt ആണ്. അപ്പോൾ ഒന്നുകിൽ ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് L. അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, L is equal to ഇതിനെ അങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ E into dt മേലേക്ക് പോകും, ബൈ DL എന്ന് വരും, DI എന്ന് വരും. L is equal to E into dt by DI. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ di/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന 200 is equal to L into di/dt എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ 0.1 ആയിരുന്നു അല്ലേ? അതുകൊണ്ട് 5 ഡിവൈഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 50 അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 50 ആണ് കിട്ടുക, L into 50 അല്ലേ? Therefore L is equal to 200 by 50. അപ്പോൾ 4 Henry എന്ന് കിട്ടും. അപ്പം ഈ അധിക പ്രോബ്ലംസും കണ്ടോ, നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ് അധികവും തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 20 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. 36 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്കത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലേ? ഇത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോ കിട്ടിയിരിക്കും. ഓക്കെ.